മകളെയും ഭാര്യയെയും സംരക്ഷിക്കാൻ ഉത്തരവാദിത്തമുള്ളവൻ. എന്നാൽ അവർക്കരികിലേക്ക് കത്തിയുമായി പാഞ്ഞടുത്തപ്പോൾ സ്വന്തം ഉപ്പയുടെ പകയ്ക്ക് മുന്നിൽ ജീവൻ നഷ്ടപ്പെടുകയായിരുന്നു 18-കാരി ജുമൈലയെന്ന പെൺകുട്ടിക്ക്. ജുമൈലയ്ക്ക് മാത്രമല്ല, ജുമൈലയെ രക്ഷിക്കാനുള്ള ശ്രമങ്ങൾക്കിടെ ആക്രമിക്കപ്പെട്ട ബന്ധുവിനും പ്രാണൻ നഷ്ടപ്പെടുകയായിരുന്നു. കാസർഗോഡ് മഞ്ചേശ്വരത്തെ തുഞ്ചത്തൂർ തുമിനാട്ടിലാണ് നാടിനെ നടുക്കിയ ഈ ഇരട്ട ദുരന്തം സംഭവിച്ചത്. ഗൾഫിലായിരുന്ന ഉമ്മർ ഫറൂഖ് 3 മാസം മുമ്പാണ് നാട്ടിലേക്ക് തിരിച്ചെത്തിയത്. തുടർന്ന് ഇയാൾ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമയായി. ഇതോടെ ഭാര്യയെയും ഏകമകളെയും സ്വർണത്തിനും കാശിനും വേണ്ടി നിരന്തരം ശല്യപ്പെടുത്തുകയും അവസാനം സ്വന്തം മകളടക്കം 2 പേരുടെ മരണത്തിൽ കലാശിക്കുകയുമായിരുന്നു. ഇന്നലെ തിങ്കളാഴ്ച വൈകിട്ട് 5:30-യോടെയാണ് നാടിനെ നടുക്കിയ ക്രൂരകൃത്യം അരങ്ങേറിയത്. വർഷങ്ങളായി പ്രവാസിയായിരുന്ന ഉമ്മറും കുടുംബവും ഭാര്യ സഹോദരിയുടെ വീട്ടിലാണ് താമസിച്ചിരുന്നത്. ഇവിടെ വച്ച് സ്വത്തുതർക്കത്തെ ചൊല്ലി ഭാര്യയുടെ സഹോദരി ഭർത്താവ് ഷേഖ് അബ്ബയുമായി രൂക്ഷമായ വാക്കുതർക്കം നടക്കുകയായിരുന്നു. തർക്കം മൂർച്ഛിച്ചതോടെ ഉമ്മർ മാരകായുധവുമായി ഷേഖ് അബ്ബയെ ആക്രമിക്കാൻ തുനിഞ്ഞപ്പോൾ പിതാവിൻ്റെ അക്രമം തടയാൻ ഇടയിൽ കയറിയതായിരുന്നു ഏകമകളായ ജുമൈല. ഇതോടെ വലിയ നിലവിളി കേട്ട് സമീപവാസികൾ എത്തിനോക്കുമ്പോൾ രക്തത്തിൽ കുളിച്ച നിലയിൽ പെൺകുട്ടിയെയും ഷേഖ് അബ്ബയെയും കണ്ടെത്തുകയായിരുന്നു. കഴുത്തിനും കാലിനും ഗുരുതരമായി പരിക്കേറ്റ ജുമൈലയെ ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ജുമൈലയെ ആക്രമിക്കുന്നത് തടയാൻ ശ്രമിക്കുന്നതിനിടെയാണ് ഷേഖ് അബ്ബയ്ക്കും മാരകമായി വെട്ടേറ്റത്. ഉടൻ തന്നെ ജുമൈലയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുവെങ്കിലും മരണം സംഭവിച്ചിരുന്നു. തുടർന്ന് മൃതദേഹം മഞ്ചേശ്വരത്തെ ആശുപത്രിയിലേക്ക് മാറ്റി. മംഗളൂരുവിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് ഇന്ന് രാവിലെ ഷേഖ് അബ്ബ മരിച്ചത്. സംഭവം നടക്കുമ്പോൾ ജുമൈലയുടെ അമ്മയും വീട്ടിലുണ്ടായിരുന്നു എന്നാണ് വിവരം. വിദേശത്തായിരുന്ന ഉമർ ഫറൂഖ് 3 മാസം മുൻപാണ് നാട്ടിലെത്തിയത്. പിന്നാലെ ഇയാൾക്കെതിരെ നാട്ടിൽ നിരവധി കേസുകളും ഉണ്ടായെന്നാണ് വിവരം. ഇയാൾ ഭാര്യയുമായി വഴക്ക് പതിവായിരുന്നു. ഒരു ഘട്ടത്തിൽ വിവാഹമോചനമെന്ന തീരുമാനത്തിൽ വരെ എത്തിയിരുന്നു. പ്രതി ഉമ്മറിനെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഇയാൾ കഞ്ചാവിനും മറ്റ് ലഹരി വസ്തുക്കൾക്കും അടിമയാണെന്ന് നാട്ടുകാർ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. ലഹരിയുടെ സ്വാധീനത്തിൽ ഇയാൾ വീട്ടിൽ നിരന്തരം വഴക്കുണ്ടാക്കാറുണ്ട് എന്നാണ് വിവരം. അടുത്തിടെ ഭാര്യയും ഇയാളും തമ്മിലുള്ള വഴക്ക് മൂർച്ഛിക്കുകയും ലഹരി ഉപയോഗിച്ചെത്തി ഇയാൾ ബഹളമുണ്ടാക്കിയിട്ടുണ്ടെന്നും അയൽവാസികൾ പറയുന്നുണ്ട്. ഇതിനുശേഷം ഇയാൾ ലഹരി ഉപയോഗം പതിവാക്കുകയായിരുന്നുവെന്നും അയൽവാസികൾ പറഞ്ഞു. അടുത്തിടെയായിരുന്നു ജുമൈലയ്ക്ക് 18 വയസ്സ് തികഞ്ഞത്. പിന്നാലെയാണ് ആ പെൺകുട്ടിയെ തേടി മരണവും എത്തിയത്. സിനിമ, ഫാഷൻ, ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ. ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽ ബട്ടണും അമർത്തുക.